ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. പൊതിച്ചോർ വിവാദത്തിൽ ജി സുധാകരനെതിരെ പ്രതിഷേധം കടുപ്പിച്ച ഡിവൈഎഫ്ഐ. ചോറിൽ മണ്ണുവാരി ഇടല്ലേ സുധാകര എന്നീ ബാനറിൽ കെട്ടിയാണ് പ്രചാരണം. പൊതിച്ചോറുമായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ വാഹനത്തിലാണ് ബാനർ. ഹരിപ്പാട് ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ ഒരു മേഖലാ കമ്മിറ്റിയാണ് ഈ ബാനർ കെട്ടിയ വാഹനത്തിൽ നിന്ന് പൊതിച്ചോർ എത്തിച്ചിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വലതുപക്ഷത്തിന്റെ ചളിക്കുണ്ടിൽ വീണ് അതിൽ അഭിരമിക്കുകയാണ് സുധാകരൻ എന്നായിരുന്നു പരാമർശം. ഏകദേശം 40,000-ഓളം പൊതിച്ചോറുകൾ ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നല്ല. സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ സത്യത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കി. ഇത്ര പെട്ടെന്ന് ഒരു മനുഷ്യന് മാറാൻ പറ്റുമോ? അദ്ദേഹം അധികാരക്കൊതി മൂത്ത് ഈ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി എന്നുള്ളത് ശരി തന്നെ. അങ്ങനെ ഒരു അവസ്ഥയിലെത്തി വലതുപക്ഷത്തിൻ്റെ ചളിക്കുണ്ടിൽ കിടന്ന് ഉരുണ്ട് ദേഹത്താകെ വാരിത്തേച്ച് അതിലിങ്ങനെ അഭിരമിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭിജിത്ത്, നമുക്കറിയാം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം കേരളത്തിൽ നടത്തുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ പൊതിച്ചോർ വിതരണം. അത് ആഗ്രഹിക്കുന്ന, അത് ഉപയോഗിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളുണ്ട്. ഈ ഒരു പൊതിച്ചോർ വിതരണത്തെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പുകഴ്ത്തിയിട്ടുള്ള ജി സുധാകരനെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ സുധാകരൻ CPM-ന് പുറത്താണ്. UDF പിന്തുണയുള്ള സ്വതന്ത്ര MLA ആയിട്ട് അദ്ദേഹം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതാ മുൻപ് പറഞ്ഞ നിലപാടുകളെ എല്ലാം മാറ്റിപ്പറഞ്ഞുകൊണ്ട് ഈ പൊതിച്ചോറിനെ പൂർണ്ണമായും തള്ളുന്ന സുധാകരനെ കണ്ടു. പിന്നീട് ആ വാക്ക് മാറ്റിപ്പറഞ്ഞ സുധാകരനെയും കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഒരു പരിധിയിൽ കൂടുതൽ സുധാകരന് മറുപടി പറയാൻ CPM നേതാക്കൾ മെനക്കെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ MLA ആയതിനു ശേഷം കിട്ടുന്ന എല്ലാ വേദികളിലും, അതായത് രാഷ്ട്രീയ വേദികളിൽ മാത്രമല്ല സർവ്വ വേദികളിലും CPM-നെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് ജി സുധാകരൻ. അപ്പോൾ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, തിരിച്ചു പ്രതികരിച്ചേ മതിയാവൂ എന്നൊരു ബോധ്യത്തിലേക്ക് CPM-ഉം യുവജന സംഘടനകളും ഒക്കെ എത്തുകയാണോ അഭിജിത്ത്? ഷിഹാസ്, ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് അത് തന്നെ വേണം മനസ്സിലാക്കാൻ. ഡിവൈഎഫ്ഐ പ്രത്യേകിച്ച് വൈകാരികമായാണ് ജി സുധാകരന്റെ പ്രതികരണത്തെ കാണുന്നത്. അതിനുള്ള കാരണം ഡിവൈഎഫ്ഐയുടെ ഒരു സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു ഈ പൊതിച്ചോർ വിതരണം എന്നുള്ളത്. അതിനാൽ പ്രതിഷേധം കടുപ്പിക്കുന്നു എന്ന് വേണം ഇന്നത്തെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. പൊതിച്ചോറുമായി എത്തിയ വാഹനത്തിന്റെ മുന്നിലാണ് ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതിൽ പറയുന്നത് ചോറിൽ മണ്ണുവാരിയിടല്ലേ സുധാകര എന്നുള്ളതാണ്. പ്രതിഷേധം കൃത്യമായി തന്നെ ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തുന്നുണ്ട്. രൂക്ഷമായ വിമർശനവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും രംഗത്തെത്തിയതാണ്. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിഹാസ് പറഞ്ഞതുപോലെ ഈ നിലപാടുകളിലെ മാറ്റത്തെയാണ് പ്രധാനമായും ഡിവൈഎഫ്ഐ നേതൃത്വം ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഇതൊരു മഹത്തായ പദ്ധതിയാണ് ഈ പൊതിച്ചോർ വിതരണം എന്നുള്ള നിലപാട് സ്വീകരിച്ച് അത് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ കുറിപ്പായി രേഖപ്പെടുത്തിയ ആളാണ് ജി സുധാകരൻ. അദ്ദേഹം CPM-ലുള്ള കാലത്ത്. പക്ഷേ നിലവിൽ CPM-ൽ നിന്ന് പുറത്തുപോയി അദ്ദേഹം ഒരു UDF-ന് വേണ്ടി സ്ഥാനാർത്ഥിയാകുന്നു, മത്സരിച്ച് MLA ആകുന്നു. ആ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് ഒരു മഹത്തായ പദ്ധതി എന്ന് പറഞ്ഞ ഈ പൊതിച്ചോർ വിതരണത്തെ എങ്ങനെയാണ് MLA ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് തള്ളിപ്പറയാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് ഡിവൈഎഫ്ഐ നേതൃത്വം ആവർത്തിച്ച് ചോദിക്കുന്നത്. ഡിവൈഎഫ്ഐ പറയുന്നത്, സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറയുന്നത്, വലതുപക്ഷത്തിന്റെ ചെളിക്കുണ്ടിൽ ജി സുധാകരൻ ചെന്ന് വീഴുകയാണ്, അതിൽ അദ്ദേഹം അഭിരമിക്കുന്നു എന്നുള്ളതാണ്. ഒരു മാറ്റം, എത്ര വേഗമാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അതിന് ജി സുധാകരന് കഴിയുന്നത് എന്ന ചോദ്യം കൂടി ഡിവൈഎഫ്ഐ നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് ഇതിനെയൊക്കെ അനുകൂലിച്ച ആളായിരുന്നു ജി സുധാകരൻ എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒക്കെ വലിയ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ജി സുധാകരൻ നടത്തിയ പ്രതികരണത്തെ അതിനെ ഒരു ആയുധമാക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐ നിലവിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. കാരണം അത് അവരുടെ ഒരു അഭിമാന പദ്ധതിയാണ്. വൈകാരികമായി തന്നെ പ്രവർത്തകർ അതിനെ ഏറ്റെടുക്കുമെന്നുള്ള കാര്യം കൂടി ഡിവൈഎഫ്ഐ നേതൃത്വത്തിന് അറിയാം. അതിനാൽ തന്നെ പ്രതിഷേധം ശക്തമാക്കും എന്നുള്ള കാര്യം കൂടി ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കുന്നു. ഉറപ്പായും അഭിജിത്ത്, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഓരോ വീടുകളും ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോർ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി സഹകരിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് അമ്മമാർ പൊതിച്ചോറ് ഓരോ ഡിവൈഎഫ്ഐക്കാരനെയും കയ്യിലേക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ജി സുധാകരനല്ല ആരുടെ നിലപാടും കേരളം അംഗീകരിക്കില്ല. അത് ഒറ്റക്കെട്ടായി തന്നെ കേരളം തള്ളിക്കളയും. അതിൽ യാതൊരു സംശയവും